അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില സമയത്ത് നമുക്കിങ്ങനെ തൊണ്ട ഇങ്ങനെ ഇരുമ്പ് കമ്പി കൊണ്ടിങ്ങനെ വലിച്ചു മുറുകിയാൽ എന്താ അവസ്ഥ, അത്തരത്തിലുള്ള ഇടങ്ങേറുകൾ ഉണ്ടാകൂലേ? അങ്ങനെ ഇടങ്ങേറുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത്തരത്തിലൊരു ഇടങ്ങേറ് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അല്ലേ? ഈ വെള്ളിയാഴ്ച രാവിലെ ഇൻഷാ അള്ളാ ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള അമലിനെ ഇഷാന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു അമല് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക അനുഗ്രഹം അവനക്ക് വേണം, എങ്കിലേ അവർക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അത്രയും ആത്മാർത്ഥമായിക്കൊണ്ട് ചെയ്തവർക്കൊക്കെയും ഫലം കിട്ടുന്ന ഈ ഒരു അമലിനെ മനസ്സറിഞ്ഞ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആഗ്രഹങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉണ്ടാകില്ലേ? ചെറുതായിരിക്കാം, ചിലപ്പോൾ അത് വലുതായിരിക്കാം, ചിലപ്പോൾ ആരും അറിയാത്തതായിരിക്കാം, ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനക്ക് ഇത്രയും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ എന്ന് തോന്നിക്കുന്ന ആഗ്രഹങ്ങളായിരിക്കാം. എന്താണെങ്കിലും ചിലത് നമ്മുടെ ഇങ്ങനെ വിരലിൻ്റെ തുമ്പത്തെത്തിയിട്ട് എനിക്കത് കിട്ടി എന്ന് തോന്നുന്ന ചില ആഗ്രഹങ്ങൾ തട്ടിത്തെറിച്ച് പോകാറുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇടങ്ങേറ് വരും. അപ്പോൾ അതേപോലെ തന്നെ ചില ഇടങ്ങേറുകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ തന്നെ നമ്മളത് വഞ്ചിക്കുക എന്ന് പറയാലോ, അത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആകെ ഇല്ലാതായി പോകില്ലേ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, നമ്മൾ ഒരു പ്രയാസഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആകെ ഇടങ്ങേറായി നിൽക്കുമ്പോൾ വെള്ളം ഇറങ്ങാതെ, തൊണ്ടയിൽ കൂടെ വെള്ളം ഇറങ്ങാതെ, തൊണ്ടയുടെ മേലിങ്ങനെ എന്തോ ഒന്ന് വലിഞ്ഞു മുറുകി എൻ്റെ ജീവിതം രക്ഷപ്പെടൂല, ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്, എനിക്കിനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റൂല എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാവാറില്ലേ? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ഇടങ്ങേറുകൾ നിങ്ങളുടെ ആരെങ്കിലും ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആർക്കെങ്കിലും ഇനി തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് തട്ടി നീക്കി തരട്ടെ. കാരണം ചില ഇടങ്ങേറുകൾ നമുക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പടച്ചവനോട് തന്നെ ചോദിച്ചു പോകും, എന്താ റബ്ബേ ഇങ്ങനെ, ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പടച്ചവനോട് ചോദിച്ചു പോകില്ലേ? കാരണം നമ്മൾ സ്വബോധത്തിലായിരിക്കില്ല ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ. അപ്പം അത്തരത്തിലൊരു ഇടങ്ങേറ് നിങ്ങളുടെ ആരുടെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ഒരു അമലിനെ നിങ്ങൾ മുറുകെ പിടിച്ച് ചെയ്തോളി. വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു അമല് ചെയ്യുന്നതിൻ്റെ ആത്മാർത്ഥതയും അതേപോലെ തന്നെ ഈ ഒരു രീതിയും നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വിജയം നിങ്ങൾക്ക് കാണാൻ കഴിയുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാ. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളടുത്ത് പറയുന്നില്ലേ, ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പ്രശ്നങ്ങളാലും പ്രയാസത്താലൊക്കെ കഴിയുന്ന ആളുകളുണ്ടാകില്ലേ? ഒരുപാട് ആളുകളുടെ ജീവിതം തകിടം മറിഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ടാകും. അവരിലേക്കൊക്കെ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യണേ. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഓരോ വീഡിയോസിലും ഇങ്ങനെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് ഒന്നുകൊണ്ടല്ല. ചിലപ്പോൾ ഒരുപാട് ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ഒരാൾ പോലും ലൈക്ക് ചെയ്യാതെ പോകുമ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ഒരു പ്രവണത കുറയുക ആണ് ചെയ്യുന്നത്. ഒന്നും തോന്നരുത്, വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികളുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ടുകൾ വരുന്നത് അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ. ഞാൻ കുറേ നോക്കി ഇത്തരത്തിൽ കുട്ടികളൊന്നും ഇല്ലാതെ വീഡിയോ ചെയ്യാൻ, പക്ഷെ നടക്കണില്ല. ഇന്ന് നമുക്ക് ഈ ഒരു അമലിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ തീരാൻ പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വീഡിയോ വേഗത്തിൽ തന്നെ ചെയ്യുന്നത് അല്ലേ, ക്ഷമിക്കുക. ഇതിൻ്റെ ഒരു സമയം ഉണ്ടല്ലേ, സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് സുബഹ്ക്ക് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലും ഇത് സുബഹ്ക്ക് ശേഷം തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ളുഹറിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലും ളുഹറിന് ശേഷം തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഏത് സമയത്താണോ നമ്മൾ ഈ ഒരു അമലിനെ ചെയ്യുന്നത് ബാക്കിയുള്ള 7 ദിവസങ്ങളിലും നിങ്ങളത് ആ സെയിം ടൈമിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ സെയിം എണ്ണവുമായിരിക്കണം. ഒരേറ്റക്കുറച്ചിലുണ്ടാകരുത്. ഒരെണ്ണം കുറഞ്ഞു പോകാനും പറ്റില്ല, ഒരെണ്ണം കൂടി പോകാനും പറ്റില്ല. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാട്ടില്ലേ. നമുക്ക് ഈ ഒരു അമല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ മഗ്‌രിബിക്ക് ശേഷം അല്ലെങ്കിൽ ഇശാ നിസ്കാര ശേഷം.
ഇശാ നിസ്കാര ശേഷം നമ്മൾ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയതിന് ശേഷം ദുആ ഒക്കെ ചെയ്തതിന് ശേഷം ഇരിക്കുമല്ലോ, ആ ഒരു ഇരുത്തത്തിലിരുന്നിട്ടേ നിങ്ങൾക്കൊരു 489 തവണ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന് ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒപ്പം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ, ഈ സൂറത്തു യാസീനിനെ 3 തവണ അതേ ഇരുത്തത്തിലിരുന്ന് തുടർച്ചയായിട്ട് നമ്മൾ ഓതും ചെയ്യണം. ഇങ്ങനെ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നോട്ടെ, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഉണ്ടാകില്ലേ നമുക്ക് ഇന്ന് ചെയ്യണ്ട എന്ന് തോന്നുന്നൊരു മടി, അത്തരത്തിൽ വന്നോട്ടെ, എന്താണെങ്കിലും ആ ഒരു സമയമാണെങ്കിൽ കൂടെ അവിടുന്ന് എഴുന്നേറ്റ് പോയി നമുക്ക് ഈ ഒരു അമലിനെ ചെയ്യാൻ പറ്റണം. അത്തരത്തിൽ നമ്മൾ മനസ്സിന് നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് അടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കാം. ഇൻഷാ അല്ലാഹ് പടച്ച തമ്പുരാൻ കൈവിടൂലാട്ടില്ലേ. എത്ര വലിയ ഇടങ്ങേറാണെങ്കിലും ഞാൻ തോറ്റു പോകുകയാണ്, എൻ്റെ കുടുംബത്തിനെ ഇനി രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയൂല എന്ന് തോന്നുന്ന ഇടത്തുനിന്ന് പോലും പടച്ച തമ്പുരാൻ കൈ പിടിച്ച് നിങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. അത്രയും മഹത്തായിട്ടില്ല എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് കരുതുന്ന, എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുന്ന ദിക്റാണിത്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു അമലിനെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ ആരെങ്കിലും ജീവിതത്തിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുക. അതേപോലെ തന്നെ ദുആകൾ ചെയ്യണമെങ്കിൽ അതും പറയുക, എന്തെങ്കിലും ദിക്റുകൾ വേണമെങ്കിൽ അതും പറയുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കില്ല. എപ്പോഴെങ്കിലും ചില റിപ്ലൈകൾക്ക് കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നും തോന്നരുത്, കാണാത്തത് കൊണ്ടാണ്, മനഃപൂർവ്വം അല്ലാട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.